നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമില്ല എന്ന് കോൺഗ്രസ്. ഹരിയാന, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും തമ്മിൽ സഖ്യത്തിന് സാധ്യതയില്ല എന്ന് ജയറാം രമേശാണ് വ്യക്തമാക്കിയത്. പി ബസന്ത് തന്നെയാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെയും വിശദാംശങ്ങൾ നൽകുക. ബസന്ത്, ഈ ഇന്ത്യ സഖ്യം എന്ന നിലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഈ സഖ്യത്തിൽ പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ആം ആദ്മി കോൺഗ്രസ് രണ്ടായി മത്സരിച്ചാൽ അവർക്ക് വിജയസാധ്യത ഉണ്ട് എന്നതാണോ ഇരുപക്ഷത്തിൻ്റെയും നിലപാട്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി ഒരുമിച്ച് മത്സരിക്കാനുള്ള സാധ്യത തീരെയില്ല എന്നതാണോ? ഹരിയാന, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സഖ്യമുണ്ടാവില്ല എന്നുള്ള സൂചന ആണ് ഇപ്പോൾ കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ദേശീയ തലത്തിലുള്ള അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ അലയൻസ് അല്ലെങ്കിൽ സഖ്യമുണ്ടാക്കിയത്. അതേസമയം സംസ്ഥാനങ്ങൾ വരുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഹരിയാനയിലും ഡൽഹിയിലും ഇല്ലെങ്കിലും മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഒന്നിച്ച് മത്സരിക്കും, അല്ലെങ്കിൽ അവിടെയുള്ള ഇന്ത്യ സഖ്യത്തിന്റെ മറ്റ് കക്ഷികൾ ഒന്നിച്ച് മത്സരിക്കും എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഹരിയാനയിൽ ഹൂഡ കുടുംബത്തിന്റെ സ്വാധീനം വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള ഒരു സഖ്യത്തിനോട് സാധ്യതയില്ല. മാത്രമല്ല ഹരിയാനയിൽ വലിയ തോതിലുള്ള വിജയം കോൺഗ്രസ് നേടുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ച് മത്സരിച്ചെങ്കിലും 7 സീറ്റിലും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് വോട്ട് ട്രാൻസ്ഫറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് കോൺഗ്രസ് വോട്ടുകൾ ആം ആദ്മിയിലേക്കോ ആം ആദ്മി വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കോ ലഭിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് ഡൽഹിയിൽ കാരണമായ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് തന്നെ കോൺഗ്രസ് വോട്ടുകൾ ആം ആദ്മി പാർട്ടിയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം വളരെ കുറവാണെന്നുള്ളൊരു വിലയിരുത്തൽ ഇപ്പോൾ കോൺഗ്രസിലുണ്ട്. ഏതായാലും ആദ്യഘട്ട അഭിപ്രായങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ വന്നിട്ടുള്ളത്. ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.